ഒരു മലബാർ സ്പെഷ്യൽ സ്നാക്കായ കിളിക്കൂട് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. വകയിൽ കട്ട്ലറ്റിന്റെ ഒരു ബന്ധമൊക്കെ ആയിട്ട് വരും. കാരണം ഫില്ലിംഗ് ഓൾമോസ്റ്റ് സെയിം ആണ്. കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഒരു കുക്കറിലേക്ക് അല്പം വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. ചെറിയ ക്വാണ്ടിറ്റിയാണ് ചെയ്യുന്നത് അതുകൊണ്ട്. അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങും വേവിക്കാൻ വെച്ചിട്ടുണ്ട്. സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഞാൻ ഒരു ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട്. ഇനി കുറച്ച് ഐറ്റംസ് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. കുറച്ച് പെരിഞ്ജീരകം, 2 ചെറിയ പച്ചമുളക്, ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇനി ഒരു കടായി വെച്ച് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഐറ്റംസ് ഒന്ന് പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കുക. പിന്നീട് അതിലേക്ക് സവാളയും കറിവേപ്പിലയും ഇട്ട് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് ഷ്രെഡ് ചെയ്തിട്ടുള്ള ചിക്കനും വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുക. രണ്ടിൻ്റെയും ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വറ്റി പോകാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എല്ലാം മിക്സ് ആയതിന് ശേഷം നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ആ സമയം കുറച്ച് കാടമുട്ട പുഴുങ്ങിയെടുക്കുന്നുണ്ട്. ഒരു 3 വിസിൽ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഇനി നമുക്ക് കൂട്ട് മിക്സ് ചെയ്യാനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. ഒരു മുട്ട, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് പാല്, ഇത്രയാണ് ചേർക്കുന്നത്. കട്ട്ലേറ്റിൽ ഞാൻ ഒരു അല്പം കോൺഫ്ലോർ ചേർത്തിരുന്നു. ഇതിനത് വേണ്ട. കാരണം നമ്മൾ ഇതിൽ ബ്രെഡ് ക്രംസ് അല്ല യൂസ് ചെയ്യുന്നത്, സേമിയാണ്. ഞാൻ ചെറിയ റോസ്റ്റഡ് സേമിയാണ് എടുത്തിരിക്കുന്നത്. പായസത്തിന്റെ സേമിയാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഫില്ലിങ് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. ഇതിന്റെ ഷേപ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നടുക്ക് ഒരല്പം കുഴി പോലെ വേണം നമുക്ക് എടുക്കാൻ. ഇനി മുട്ടയുടെ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് സേമിയയിൽ കോട്ട് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും സേമിയ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാനിവിടെ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഒരു 5 എണ്ണമാണ് ചെയ്തെടുക്കാൻ പറ്റിയത്. ഫില്ലിങ്ങിന്റെ അകത്ത് കാടമുട്ട വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കിളിയുടെ കൂട്ടിൽ ഏതായാലും പുറത്ത് തന്നെയാണ് മുട്ട. ഇനി ഞാൻ ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ്. ആ സമയം കാടമുട്ട പുഴുങ്ങിയതിന്റെ തോടൊക്കെ കളഞ്ഞ് നമുക്ക് വയ്ക്കാം. ഓരോ മിക്സിന്റെ മുകളിലും 2 മുട്ട വെച്ചാണ് ഞാൻ വെക്കുന്നത്. ഇനി കാടമുട്ട ഇല്ലെങ്കിൽ തന്നെ കോഴിമുട്ടയുടെ പകുതിയായാലും വെച്ചാൽ മതി. ഇനി ചൂടായ വെളിച്ചെണ്ണയിൽ ഇത് 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. കിളിയുടെ കൂടായതുകൊണ്ട് തന്നെ ഒരല്പം പച്ചപ്പും ഹരിതാപവും ഒക്കെ വേണമല്ലോ. അതുകൊണ്ട് ഒരു മല്ലിയിലയൊക്കെ വെച്ചിട്ടുണ്ട്. കാണാനൊരു ഭംഗിക്കാണ്. കഴിക്കുമ്പോൾ വേണമെങ്കിൽ അത് മാറ്റാം. പിന്നെ 2 കാടമുട്ടയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കിളിക്കൂടിൻ്റെ ഫൈനൽ ലുക്ക്. കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റ്. നോമ്പിൻ്റെ സമയത്ത് ട്രൈ ചെയ്ത് നോക്കും.